നമസ്കാരം സുഹൃത്തുക്കളെ, ജോയാണ്. എൻ്റെ ഈ റൈറ്റ് ഐ ചെറുതായിട്ട് റെഡിഷ് ആയിട്ടായിരിക്കുന്നത്. അത് ഇന്നലെ വൈകുന്നേരം പോലെ എന്താ എനിക്കറിയത്തില്ല. ആരും അപ്പം മുഖത്തേക്കും കണ്ണിലേക്കും നോക്കണ്ട, നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നും കണ്ണ് നിറഞ്ഞൊക്കെ ഇരിക്കുന്ന കാണുമ്പോഴേ. അത് പോട്ടെ, എനിക്കൊരു കാര്യം പറയണം തോന്നിയാലേ വേണം. അപ്പോൾ എന്താ അവസ്ഥയിലാണെങ്കിലും അത് പറയണം, അല്ല നമുക്കൊരു ഇതല്ല. അതുകൊണ്ട് ഞാൻ വന്നതാണ് കേട്ടോ. എങ്ങനെ ഈ കാര്യത്തിലോട്ടൊക്കെ കടക്കുന്ന പെട്ടെന്ന് ഞാനിങ്ങനെ ഓർക്കുവാണ്. എൻ്റെയൊക്കെ ഒരു യൗവനകാലത്ത്, അതായത് ടീനേജ് മുതലുള്ളൊരു കാലഘട്ടം പറയുകയാണെങ്കിൽ നമുക്കൊക്കെ ചില ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകൾക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെക്ക് ഈ പെങ്കച്ചുങ്ങളെല്ലാം മീറ്റു എന്ന് പറഞ്ഞ് എഴുതിയിട്ടപ്പോൾ കണ്ടില്ലായിരുന്നു അവരുടെ ജീവിതത്തിൽ വന്ന ചില ദുരനുഭവങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഞാനത് വലിയ കഥ പറയാൻ വേണ്ടി വന്നതല്ല കേട്ടോ, ഒരു കാര്യത്തിലോട്ട് കടക്കണ്ടേ, അന്ന് എങ്ങനെ തുടങ്ങുമെന്ന് ഓർത്ത് പറഞ്ഞ. അതായത് ഈ കോളേജിൽ പഠിക്കുന്ന സമയത്തും പിന്നീട് ഈ കോട്ടയത്ത് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യുന്ന സമയത്തുമൊക്കെ നമുക്ക് ഈ ബസ്സിൽ പോകുമ്പോഴും അല്ലാത്തപ്പോഴും ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കും തിയേറ്ററിൽ പോകുമ്പോഴും അല്ലെങ്കിൽ പെരുന്നാൾ കൂടാൻ പോകുമ്പോഴൊക്കെ ഈ പുരുഷന്മാരുടെ അടുത്തുനിന്ന് തന്നെ നമുക്ക് വളരെ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ നമ്മുടെ മേത്ത് കൈവെക്കാൻ വരുന്നതും പിന്നീട് നമ്മളോട് ഇഷ്ടം പറയുന്നതും ഇങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ നോ പറയാൻ പാടില്ലാത്ത കാലത്ത് നമ്മളതിനെ പേടിച്ച് മാറുകയും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് പറയുകയും അങ്ങനെയൊക്കെയുള്ള കാര്യമാണ്. നമുക്ക് ഈ വിഷയങ്ങൾ താല്പര്യമുള്ള ആളല്ല. അപ്പോൾ ഇവർ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ഒരു ചിന്ത നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇങ്ങനെ വരുമ്പോൾ ചിലർ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ഭയം അത് മുതലാക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. എങ്കിലും നമ്മളതിനൊന്നും അടിമപ്പെടാതെ നമ്മൾ മാറിപ്പോകുന്നു. അപ്പം ഞാൻ ഓർക്കാറുണ്ട്, എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ കാരണം. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കുറച്ചുകൂടി തടിച്ചുരുണ്ട പയ്യനാണ്, അതുകൊണ്ടൊക്കെയാണോ. അപ്പം കൂട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ വന്നില്ല. ചിലരൊന്നും അതിനൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ വന്ന അനുഭവങ്ങൾ പലയിടത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചിലത് വളരെ വലിയ വിഷയമൊക്കെ ആക്കിയിട്ടുണ്ട് ഞാൻ. KSRTC ബസ്സിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പം ഇവന്മാർ ചിലരിങ്ങനെ വന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത പോലെ വന്ന് നമ്മുടെ ശരീരത്തോടെയൊക്കെ കൈ പിടിക്കുക എന്നൊക്കെ പറയും. അപ്പം നമ്മളപ്പോഴും ഓർക്കും, എൻ്റെ അടുത്ത് എന്താ ഇങ്ങനെ കാണിക്കുന്നൊക്കെ. അപ്പം പിന്നീടാണ് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എല്ലാം മനസ്സിലാവും. അതൊന്നും അത്രയും നമുക്കിതിനെപ്പറ്റി അറിയത്തില്ല. ഓക്കെ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് എന്നുള്ളത്. കോട്ടയത്ത് നമ്മുടെ ആ തിരുനക്കര സ്റ്റാൻഡിലൊക്കെ പോയി നിൽക്കുമ്പോഴേക്കും വായു എന്നാ വേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വരുക, ഒരു നാണമില്ല. അന്നൊക്കെ ഈ മൊബൈൽ വന്ന് അങ്ങനെ അത്ര വലിയ ഇതായിട്ട് ഇറങ്ങിയിട്ടില്ലല്ലോ. എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് ഇടാൻ പറ്റുമായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്നറിയോ, നമുക്ക് ഇപ്പം ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ പോലെയും അനാവശ്യമായിട്ടും ഒക്കെ വരുന്ന ആളുകൾക്കപ്പുറത്ത് ചിലർ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് വരും. നമുക്കൊരിക്കലും അറിയത്തില്ല ഇവരുടെ ലക്ഷ്യം ഇതാണെന്നുള്ളത്. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഇപ്പം ഞാൻ പറയാം, ഫുട്ബോൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ചേട്ടനുണ്ടായിരിക്കും. ആ ചേട്ടൻ നമുക്ക് പ്രത്യേകമായിട്ട്, എനിക്കൊക്കെ ഫുട്ബോൾ കളിക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. സ്പോർട്സിൽ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്ന സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്നത് നമ്മൾ കഥകൾ വായിക്കുന്ന ആളാണ്. അപ്പോൾ ആ വായനയുടെ ഭാഗത്തൂടെ അപ്പോൾ അങ്ങനെ ചില ആൾക്കാർ വരും. അവരും ഏറ്റവും ഒടുവിലെത്തുമ്പോഴാണ് നമ്മളിതിനെ അറിയുന്നത് ഇതായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എത്തിക്കുവാണേ. ഇപ്പോൾ ഈ ദിവസങ്ങളിലെ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ വൈറലായിട്ട് ഇപ്പോൾ ഒരു കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. നാട്ടിൽ നടക്കുന്ന വലിയൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, ആളുകളൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും ഇപ്പോൾ എടുത്തു പറയത്തില്ല, ഒന്നിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും പറയത്തില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുടുക്കിക്കളയും. നമുക്കൊന്നും ഒരു അഭിപ്രായം പോലും പറയണം, എന്തെങ്കിലും പേടിച്ചാലേ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നാട്ടിൽ നടക്കുന്ന ഈ എല്ലാ ആൾക്കാരും കൂടെ കൊണ്ടുപോയിട്ട് ഒരു മുറിക്കകത്തിട്ട് ഒരു വീടിനകത്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയില്ലേ, ഒരു സൈസ് ബോസ്, ആ ബോസിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് 2 പെങ്കൊച്ചുങ്ങൾ, ഇവളുമാർ കുറേ കാലമായിട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന, ഇവർ ഒന്നിച്ച് ജീവിക്കുന്നു, ഭയങ്കരമാണ്, ഒരു സമൂഹത്തിനെ മുഴുവൻ വെല്ലുവിളിച്ച് ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടേ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇതൊന്നും പോരാ, നിലവിലത്തെ സാഹചര്യമല്ല, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. പണ്ടൊക്കെ ഓരോ സമരങ്ങളുണ്ടായിരുന്നല്ലോ അല്ലേ, പട്ടിണി ആയ മനുഷ്യർ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടാത്ത മനുഷ്യർ മാറ്റങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞ് ചെറുപ്പക്കാർ സമരം ചെയ്തെന്ന് പറയുന്നത് പോലെ ഇതിപ്പോൾ പുതിയ മാറ്റങ്ങൾ, ഇവരുടെ തോന്നിവാസത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളെ കൊണ്ടുവരിക. അതിന് ഡോണ്ട് ബോദർ അബൌട്ട് ദ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞുള്ള ആദ്യത്തെ ഡയലോഗ് അതാ. നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? സമൂഹത്തെയൊക്കെ മാനിക്കണമെന്നേ, നമ്മളൊരു സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ഈ കുഴപ്പം കാണിക്കാൻ വരുന്ന ആൾക്കാർ ആദ്യം സമൂഹത്തെ തള്ളി പറയും, മറ്റുള്ളവർക്കെല്ലാം കുറ്റങ്ങൾ കണ്ടുപിടിച്ചു ആയി തുടങ്ങുന്നത്. അപ്പോൾ പൂമ്പാറ്റകൾ നാടൊക്കെ പറഞ്ഞു, അയ്യോ എന്തൊക്കെയാണ് റേസ് ചെയ്ത് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബേബ് എന്നൊക്കെ പറഞ്ഞുള്ള വിളിയും കാര്യങ്ങളും എന്നിട്ട് എന്നാ പറയുന്നത്, ഇറ്റ്സ് മൈ ഫ്യൂച്ചർ വൈഫ് എന്നൊക്കെ പറഞ്ഞോണ്ടേ
ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്, കാർന്നൊക്കന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നത്, മനുഷ്യർ. അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഈ പ്രോഗ്രാം നമ്മളങ്ങനെ വലിയ ഇതിൻ്റെ ആരാധകനൊന്നുമല്ല, പക്ഷേ ഇതിപ്പം ഭയങ്കര സെൻസേഷണലായിട്ടുള്ള ഒരു പ്രോഗ്രാമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് എടുത്ത് എല്ലായിടത്തും പ്രചരിപ്പിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പിള്ളേരുടെ കാര്യം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതെന്നാ സംഭവം. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതേ ഇതിനകത്ത് എന്നറിയോ, നമ്മൾ കേട്ടതും കണ്ടതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിനെ ബന്ധപ്പെടുത്തി പറയാൻ പറ്റും. നിലവിലുള്ള പുതിയ തലമുറയിലൊക്കെ ഉള്ള കൊച്ചുങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ലേ, എന്തും ചെയ്യാം എങ്ങനെയും ചെയ്യാമെന്നും പറഞ്ഞോണ്ടേ, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ അവസാനം എന്തായിത്തീരും, ഇതിനൊക്കെ ഒരു എൻഡ് ഓഫ് ദ ഡേ വരുമല്ലോ. ആ യൗവനത്തിൻ്റെ സാമർഥ്യവും മൂച്ചിനും ഒക്കെ വേണ്ടിയിട്ട് വല്ലവരുടെ ജീവിതം നശിപ്പിക്കാനായിട്ടേ. ഒരു കാലത്ത് ദൈവമേ മനുഷ്യൻ പേടിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കാർന്നോക്കന്മാർ പേടിച്ചുകൊണ്ടിരുന്ന പ്രണയം എന്ന് പറയുന്നത് നല്ല സമ്പന്നരായ, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള, സമ്പന്നത എന്നുള്ളതല്ല, നല്ല വിദ്യാഭ്യാസമുള്ള മാന്യമായിട്ട് ജീവിക്കുന്ന കുടുംബത്തിലായിട്ട് ചില തെമ്മാടികൾ കയറി വന്നിട്ട്, അത് കള്ളും കഞ്ചാവും കുടിക്കുന്ന തെമ്മാടികൾ കയറി വന്ന് വിദ്യാഭ്യാസം വരുന്നത് അതുങ്ങൾ വന്ന് ഈ കൊച്ചുങ്ങളുടെ പുറകെ നടന്ന് നല്ല സമ്പന്നരായ, അല്ലെങ്കിൽ നല്ല അടിത്തത്തിൽ ജീവിക്കുന്ന കുടുംബത്തെ പൊന്നുപോലെ വളർത്തിയ കൊച്ചുങ്ങളുടെ പുറകെ, പെങ്കൊച്ചുങ്ങളുടെ പുറകെ നടന്ന് അവരെ പ്രേമവാ പ്രണയവാ അതാ ഇതാന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പിഴിഞ്ഞ് കൈയും മുറിച്ച് കാലും മുറിച്ച് കാണിച്ച് കരഞ്ഞ് നിലവിളിച്ച് ഇല്ലാത്തതെല്ലാം പറഞ്ഞ് അതുങ്ങളെ ഇറക്കിക്കൊണ്ട് പോയി ആ കുടുംബം തന്നെ നശിച്ചു പോകും. അതോടുകൂടി ആ കുടുംബത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയി അതുങ്ങളുടെ വിദ്യാഭ്യാസം. ഇപ്പം പിള്ളേർക്ക് വല്ല ബോധമുണ്ടോ ആ സമയത്ത്? ഇവളുമാർക്ക് ചിന്തിക്കാനുള്ളൊരു സ്പേസ് കൊടുക്കുന്നില്ല. അപ്പോഴേക്കും ഇറക്കിക്കൊണ്ട് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഇവനെ എങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നത്? ഞാൻ ഇത്രയും വലിയൊരു വീട്ടിൽ ഇത്രയും വലിയ അപ്പൻ്റെ അമ്മയുടെ കൂടെ ഇത്രയും എല്ലാ സൗകര്യത്തിൽ ജീവിച്ച് എനിക്ക് ഇത്രയും വലിയൊരു ഭാവി ഉണ്ടെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഇവൻ്റെയൊക്കെ കുടിലോട്ട് ഇറങ്ങി പോവുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവന് അതിന് പഠിച്ച് വളരാനോ അല്ലെങ്കിൽ കയറി പോകാനോ സാഹചര്യമുണ്ടോ? ഇല്ല. അവൻ്റെ എല്ലാ ചേഷ്ടകൾക്കും, അവൻ്റെ മദ്യപാനത്തിനും, അവൻ്റെ മയക്കുമരുന്നിനും, അവൻ്റെ എല്ലാ വൈകൃതങ്ങൾക്കും അടിമയായി ഒരു നല്ലൊരു കൊച്ചിനെ കൊണ്ടുപോയി കെടുത്തിക്കളയുന്നു. എത്രയോ അതിപ്പോഴും ഉണ്ടല്ലോ, പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്, അത് നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കൂടുതലാണ്, കാരണം ഇന്ന് ഭയങ്കര സപ്പോർട്ടുകളുണ്ട്. കാരണം സ്വാതന്ത്ര്യരാണ്, കാരണവന്മാർക്ക് ഒരു ബലമില്ലെന്നല്ലേ പറയുന്നത്. കാരണവന്മാർക്ക് എന്നാ ബന്ധം ഇരിക്കുന്നത്? പിള്ളേരെ സൃഷ്ടിച്ച് വളർത്തി നിങ്ങൾക്ക് എന്നാ ബന്ധം ഇരിക്കുന്നത്? ഞങ്ങളുടെയാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തും കാണിക്കാം. ഞാനിപ്പോൾ ഈ ഞാൻ പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടീവായിട്ടുള്ള ഒരാളാണ്. എനിക്കൊരു നല്ല പ്രണയങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് എന്നാണെന്നറിയോ, പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തുലയ്ക്കാനുള്ളതാണോ, നമ്മുടെ കുടുംബത്തെ തകർക്കാനുള്ളതാണോ? നമുക്ക് പ്രണയം തോന്നുന്നേ അത് അട്രാക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യനാണോ? എതിർലിംഗത്തോട് സ്നേഹവും പ്രണയവും തോന്നിയിട്ടില്ലെങ്കിൽ മനുഷ്യനല്ലെന്ന് ഞാൻ ചിന്തിക്കുന്നത്. പ്രേമമൊക്കെ ഉണ്ടാവും, പക്ഷേ പിന്നീട് അതിനെ ഒന്ന് വിവേകത്തിൽ ചിന്തിക്കണ്ടേ? നമ്മുടെ ജീവിതം കളയുന്നൊരു സാഹചര്യം വരുന്നു, നമ്മുടെ കുടുംബം നശിച്ചു പോകുന്നൊരു സാഹചര്യം വരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആളുകൾ മാറും. അത് തന്നെ ഉണ്ടാകുന്നത്. അല്ലാതെ ഇതെല്ലാം കളഞ്ഞോട്ട് ഇതെല്ലാം ഇതിനു വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത് തകർന്നു പോയ ഇതാന്ന് പറഞ്ഞ് പോയവർ എത്ര പേര്, ഇറക്കിക്കൊണ്ട് പോയ പെമ്പിള്ളേർ എത്ര എണ്ണത്തെ കൊന്നു കളഞ്ഞു അവന്മാർ. ഞാനീ പറഞ്ഞത് മാറി ഇപ്പം ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ, പറഞ്ഞതിലോട്ട് എത്തുക. അപ്പോൾ എന്തായിരുന്നു? അപ്പോൾ ഈ കാർന്നോക്കന്മാർ മുഴുവൻ പേടിക്കുക, അതുമേ നമ്മുടെ മക്കളെ കൊണ്ട് ഏതെങ്കിലും മണ്ണും ചാരി എന്നിട്ട് അവൻ പറയുന്ന കാര്യങ്ങൾ അതും പറഞ്ഞ് ഇതും പറഞ്ഞ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഈ കൊച്ചുങ്ങളെ കൊണ്ട് ജീവിതം നശിപ്പിച്ച്. ഞാൻ പറയാം, എത്ര കാർന്നോക്കന്മാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഈ പെങ്കൊച്ചുങ്ങളെ ഇറക്കിക്കൊണ്ട് പോയി. നല്ല രാജകുമാരിമാരെ ജീവിച്ച പെങ്കൊച്ചുങ്ങളെ കൊണ്ടുപോയി ഈ അടുക്കളപ്പണിയും ജയിച്ച് ഇവൻ്റെയൊക്കെ ഞാൻ പറയാം, ഏതേലും ഒരു തേർഡ് റേറ്റ് ആയിട്ട് ജീവിച്ചവൻ്റെ അടുക്കളപ്പണിക്കും അവൻ്റെ ഡ്രസ്സും അലക്കി കൊടുക്കാനായിട്ടാണോ നിങ്ങൾ ഇത്രയും നല്ല മിടുക്കരായിട്ട് നിങ്ങളുടെ കാർന്നോക്കന്മാരെ വളർത്തിയത്? എന്നിട്ട് പോയി അവൻ അലക്കി കൊടുത്തു. കുറേ കഴിഞ്ഞ് ബോധത്തിൽ വരുമ്പോൾ ഇവൻ്റെ 2-3 കുഞ്ഞുങ്ങളും, ഞാനിതിനെ ബന്ധപ്പെടുത്തി ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള, അതായത് ഈ ആന്ധ്രയിലും ഒക്കെ നഴ്സിങ്ങിനൊക്കെ പോയി പഠിക്കുന്ന പിള്ളേരെ പലരെയും അവിടെയുള്ള തെലുങ്കന്മാർ കറക്കി. ഇപ്പോൾ അമരെ കുറ്റം പറയാമല്ലോ, അമരം ഇങ്ങോട്ടൊന്നും വരികയല്ലോ. അപ്പോൾ തെലുങ്കന്മാർ ഇത് അമരെ കുറ്റം പറയുന്നതല്ല, സത്യം തന്നെയാണ്. അത് ഒരുപാട് പറയും. റീസെൻ്റ്ലി ഒരു വലിയ വിഷയം ഉണ്ടായിട്ടാണ് ഞാൻ അതിനെ ബന്ധപ്പെട്ട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞത്. നഴ്സിംഗ് പഠിച്ച് ഗ്രാജുവേഷൻ്റെ സമയത്ത് ഒരു പെങ്കൊച്ചിനെ ഒരുത്തിനെ ഇറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ദൈവമേ, വലിയൊരു കുടുംബത്തിലെ എന്നാ പറയുന്നത്, നല്ലൊരു കൊച്ച്, റാണി പോലുള്ളൊരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട്, രാജകുമാരി പോലുള്ളൊരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് അവൻ്റെ കോളനി കൊണ്ടുപോയി താമസിപ്പിച്ച് അതിൻ്റെ വീടും ആ കാർന്നോക്കന്മാർ തകർന്നു പോയി. എൻ്റെ അപ്പം മരിച്ചുപോയി, അതിൻ്റെ ഹൃദയാഘാതമൊക്കെ, അമ്മ തകർന്ന് കരഞ്ഞ് നിലവിളിച്ച്. നമ്മളോടൊക്കെ സംസാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവനോടൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ ആൾക്കാരാ രാഷ്ട്രീയമാ ഇതാന്നൊക്കെ പറയുന്നത്. എന്നിട്ട് തന്നെ അവൻ്റെ അവൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ ഈ പറയുന്ന നിയമങ്ങളും ചട്ടങ്ങളും മാറ്റങ്ങളും ഒക്കെ പറഞ്ഞത്. അവസാനം പിള്ളേർ കുടുങ്ങിപ്പോയി. പിന്നെ തിരിച്ചു കയറാൻ നോക്കുമ്പോഴേക്കും ഏതാണ്ട് നഴ്സിംഗ് ആന്ധ്രയിൽ പഠിക്കാൻ പോയ കൊച്ചിൻ്റെ കയ്യിലൊക്കെ പിള്ളേരിരിക്കും, 1-2 പിള്ളേർ. എത്ര പിള്ളേർക്ക് അങ്ങനെ വന്നിട്ടുണ്ട്? എത്ര അവളമാർ കെട്ടിയമാരില്ലാതെ ആന്ധ്രയിലെ അവന്മാരുടെ പിള്ളേരെ കൊണ്ട് നിൽപ്പുണ്ട്. ആന്ധ്രയിലെ മാത്രമല്ല, നമ്മുടെ നാട്ടിലെയും കാര്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞത്. ഈ കാർന്നോക്കന്മാരെ നശിപ്പിച്ച് കളഞ്ഞിട്ടേ ബോധം വെക്കുന്ന സമയത്ത് ആകുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ട് പോയി. പിന്നെ നിങ്ങളെ ആർക്കാ വേണ്ടത്? നല്ല പ്രൗഢിയിലും മിടുക്കരായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളെ കൊതിച്ച് നിന്ന മനുഷ്യരെല്ലാവരും പിന്നെ പുച്ഛിച്ച് തുടങ്ങിയില്ലേ? വേണോ നിങ്ങളെ പിന്നെ ആർക്കെങ്കിലും? അപ്പോൾ പ്രേമമൊക്കെ നല്ലതാണേ, യുക്തിയും കൂടെ വേണ്ടേ, ബോധവും കൂടെ വേണ്ടേ?
അല്ലാതെ ഏതുമല്ല എങ്ങനെ അങ്ങോട്ട് വഴിക്കൂടെ വരുന്നതിനെ പോകുന്നതിനെ മുഴുവൻ അങ്ങനെ പ്രേമിക്കുക. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഈ കാരണവന്മാർ ഇങ്ങനെയുള്ള കാര്യത്തിൽ പേടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ അവതാരങ്ങൾ, പുതിയ വേതാളങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അവളുടെ ലിപ്പ് കണ്ടപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയാം. അതായത് ഞാനീ പറഞ്ഞതേ, ഇതിൽ ഏത് രീതിയിൽ എങ്ങനെ നമ്മൾ കൊച്ചുങ്ങളെ വളർത്തിക്കൊണ്ട് പോകും? MDMA അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് അങ്ങനെ ഇത് കണ്ടോ, ഒരു പെങ്കൊച്ചിനെ പുറകെ ഒരു ആങ്കൊച്ച് നടക്കുന്നുണ്ടോ നമുക്ക് പേടിച്ച് കാരണവന്മാർ നോക്കുന്നത്. ഒരു പെങ്കൊച്ചിൻ്റെ പുറകെ പെങ്കൊച്ച നടക്കുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവോ? നമ്മുടെ ആങ്കൊച്ചിൻ്റെ പുറകെ ആമ്പിള്ളേർ ഇറക്കിക്കൊണ്ട് നടക്കാമെന്ന് ഓർക്കുന്നുണ്ടാവോ? ഇത് എങ്ങനെ കുത്തി തുറന്ന് നോക്കും? ഇത് എന്ത് മനസ്സിലാക്കും? അവസാനം ഇത് ചിന്തിക്കേണ്ടത് പിള്ളേർ മാത്രമാണ്. പിള്ളേർ ചിന്തിച്ചോണം. ഒരു കാര്യവുമില്ല. ഇപ്പം കണ്ടില്ലേ, ഞാൻ മനസ്സിലാക്കിയെടുത്തോണ്ടല്ലോ, ഞാനിപ്പോൾ ഇതൊക്കെ വെച്ച് കണ്ടതെടുത്തോളം ആ കൊച്ചൊരു പാവമാണെന്ന് തോന്നുന്നു. അതിനകത്ത് എനിക്ക് വിക്റ്റിമായിട്ടൊരു പെങ്കൊച്ചിനെ തോന്നാറുണ്ട്. വേറൊരെണ്ണം ഉണ്ടല്ലോ, ഫ്യൂച്ചർ വൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഒരെണ്ണം. അതിൻ്റെ ചേഷ്ടകൾക്കും അതിൻ്റെ വൈകൃതങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തന്നെ പറയും. മറ്റേ കൊച്ചിനെ പാത്രമാക്കി അതിന് നോ പറയാൻ പറ്റുന്നില്ല. ഞാൻ ഓർക്കാറുണ്ട്, ഇത്രയും പ്രായം എനിക്ക് പോലും പല വിഷയങ്ങളിൽ നോ പറയാൻ ഇന്നും പറ്റാറില്ല. അപ്പോൾ ഈ കൊച്ചുങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇപ്പോഴതിൻ്റെ വാടപ്പിച്ച് ഇതൊന്നും അല്ല, ഈ സിസ്റ്റം ശരിയല്ല, ഫ്യൂച്ചർ ശരിയല്ല, ഫാമിലി ശരിയല്ല, ഇതില്ലെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വാടപ്പിച്ച് കണ്ട് നിർത്തുന്നതാണ്. ആ പ്രോഗ്രാം കഴിയുമ്പോഴെങ്കിലും അത് ബോധിച്ച് അത് പോയി ഇന്ന് കല്യാണം കഴിച്ച് ജീവിക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ഏതോ ഒരുത്തിക്കൊരു കുഴപ്പമുണ്ടെങ്കിലേ പോയി ചികിത്സിക്കണം. വല്ലവരും നന്നായിട്ട് ജീവിക്കുന്ന കുടുംബത്തിലെ കൊച്ചിനെ ABS കോർപ്പസ് കൊടുത്ത് ഇറക്കിക്കൊണ്ട് വന്നിട്ട് കൂടെ ജീവിക്കുന്നു. ബേബ് ആരുടെ ബേബ്? അതിൻ്റെ അപ്പനും അമ്മയൊക്കെ അതിൽ നല്ല രീതിയിൽ ബേബ് എന്നൊക്കെ വിളിച്ച് വളർത്തിയല്ലേ, പൊന്നു പോലെ. നല്ല തങ്കക്കുളം പോലുള്ള പിള്ളേരെ കൊണ്ടുവന്നിട്ട് അയ്യോ എന്ത് കാര്യമാണെന്ന് പറയട്ടെ, ഫ്യൂച്ചർ വൈഫ്. ആരെന്നോട് എന്നാ പറയുന്നത്? എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒന്നും. നമ്മൾ പൊന്നുപോലെ നമ്മുടെ ഒരു പേന വേറൊരാൾ കട്ടെടുത്തോണ്ട് പോയിട്ട് അവിടെ ഇരുന്ന് എഴുതുന്ന കാണുമ്പോഴേ നമുക്കുണ്ടാകുന്നൊരു മനോഭാരം എന്തേരെയാണ്. അപ്പോഴാണ് നമ്മൾ കൊച്ചുങ്ങളെ പൊന്നുപോലെ വളർത്തിയ കൊച്ചിനെ കൊണ്ടിട്ട് അമ്മാനോ ആടുന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ അവസ്ഥ എന്നാ? കുറേ കാലമല്ലേ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വളയുന്നുണ്ടല്ലോ. ഇത് എത്ര നാളായി ഈ വിലസത തുടങ്ങിയിട്ട്. പുതിയ കാര്യങ്ങൾ കാണുന്ന മക്കളെ ഇതിനെയൊക്കെ കുറേ പേര് വലിയ വാഴ്ത്തി എഴുതി ഭയങ്കരമായ പ്രണയം സ്നേഹം എന്നൊക്കെ. ഒരു കാര്യമില്ല, ഇതൊന്നും നല്ലതല്ല. ഇത് അവസാനം നല്ലതിലോട്ടല്ല എത്താൻ പോകുന്നത്. ബോധമില്ലാത്ത കാലത്ത്, വിവരമില്ലാത്ത കാലത്ത് ഇപ്പം ഞാൻ നേരത്തെ ഈ ആമ്പിള്ളേരുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു, ചെറുപ്പന്മാർ വന്ന് പെമ്പിള്ളേരെ കൊണ്ടുവന്നൊക്കെ പറയും. അങ്ങനെയുള്ള എത്രയോ പെമ്പിള്ളേർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ ബോധമില്ലാത്ത കാലത്ത് നടന്നുപോയി, എൻ്റെ വിവരമില്ലാത്ത. അതുകൊണ്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. എന്നാ ചെയ്യാൻ പറ്റും? അപ്പൻ ചത്തുപോയി, അല്ല അപ്പൻ ആത്മഹത്യ ചെയ്തു, അല്ല കുടുംബം തകർന്നു പോയി, 2-3 പിള്ളേർ പോയി, ഇതിനെ കൊന്നു കളയാൻ പറ്റും? ഇത് അവസാനം കുടുങ്ങിപ്പോയി, നിങ്ങൾ പെട്ടുപോകും. എന്ന് പറഞ്ഞാൽ നിങ്ങളിതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ ആരുടെ ലൈക്ക് കിട്ടി? നിങ്ങൾക്ക് കുറേ ലൈക്ക് കിട്ടുന്നത് ഈ ലൈക്ക് അടിക്കുന്നവർ ഇവർ ഇഷ്ടമുള്ളവരാണോ? കളി കാണാനിരിക്കുന്നതാന്നേ. പൂച്ച എലിയായിട്ട് കളിപ്പിക്കുന്ന പോലെയാണേ ആൾക്കാർ പറയണം ലൈക്ക് അടിക്കുന്നത്. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണോ? ആയിക്കോട്ടെ ഇനിയും കാണിക്കുന്നുണ്ടെങ്കിൽ ലൈക്കിട്ടോ. ഇതുകൊണ്ട് ഞങ്ങളെ കാണാൻ എന്തേലും ആൾക്കാരാണ്, ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സാണ്, ഞങ്ങൾക്ക് ലൈക്ക് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ലെന്നേ. ഞാനേ ഇതോട് ബന്ധപ്പെടുത്തി ഒരു കാര്യം കൂടെ പറയാവേ. ഞാൻ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും. എനിക്ക് നാട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് നാട്ടിൽ നിന്നൊരു മെസ്സേജ് വന്നിരുന്നു, സാർ നാട്ടിൽ വരുമ്പം ഞങ്ങളൊന്ന് കാണാൻ വന്നോട്ടെ എന്നൊക്കെ പറയും. സ്ഥലമൊന്നും പറയുന്നില്ല, ഇച്ചിരി ദൂരമാണ്. അപ്പോൾ അവർ യാത്ര ചെയ്ത് എന്നാ പറഞ്ഞു 10 മണിക്കൂറോളം യാത്ര ചെയ്ത് പാലായിൽ വന്ന് ഒരു സ്ഥലത്ത് താമസിച്ച് ഒരമ്മയും 2 പെമ്മക്കളും. അപ്പോൾ അവർ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതിലെ മൂത്ത പെങ്കൊച്ച് ഏതാണ്ട് 10-20 വയസ്സുള്ളത് കൊച്ചും, രണ്ടാമത്തെ കൊച്ചിന് 16 വയസ്സ്, അതാണ് അവരുടെ വയസ്സ്. ഈ മൂത്ത പെങ്കൊച്ചിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നെ വിഷാദരൂപിണി എന്നൊക്കെ കവികൾ പാടുന്ന പോലെ അപ്പടി വിഷാദത്തിൽ ആയിട്ട് എങ്ങാണ്ട് ദൂരതയിലോട്ട് നോക്കി നിന്ന്. അതായത് ഈ 10-20 വയസ്സുള്ള പെങ്കൊച്ചുങ്ങളുടെ മേത്തുള്ള ഒരു രക്തോട്ടോ അല്ലെങ്കിൽ ഒരു ചുരുക്കോ ഓജസ്സോ സന്തോഷമോ ഒന്നുമില്ല. നന്നായിട്ടൊന്നും ഒരുങ്ങുമോ ഒന്നും ചെയ്യാതെ ഇങ്ങനെ വാടിത്തുടർന്നു. അപ്പോഴും ഞാനോർത്ത് ഏതാണ്ട് പ്രേമ ഏരാണ്ട് കൊണ്ട് ഏതാണ്ട് കുഴപ്പാക്കിയിട്ട് കൊണ്ടുവന്ന് വേണ്ടാണല്ലോ എന്ന് ഞാനിങ്ങനെ ഓർത്തു. അപ്പോൾ ഇങ്ങനെ വന്ന് ഇവർ സംസാരിച്ച് തുടങ്ങുന്നു. അപ്പോൾ ഇവർ സംസാരിച്ച് തുടങ്ങുമ്പോഴേ അവർ നല്ലൊരു മനുഷ്യർ, അവർ ഒരു ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന, നല്ല ക്ഷേത്രത്തിലൊക്കെ രാവിലെ പോകും, അങ്ങനെ നല്ല കുടുംബം ആയിട്ട് ജീവിക്കുന്ന മനുഷ്യർ. ഇത് കേട്ടിട്ട് എന്നാന്ന് ചോദിച്ചിട്ട് ആരും എന്നോട് വരണ്ട കേട്ടോ, അതൊക്കെ ഇതായിട്ടുള്ള അതുകൊണ്ട് തന്നെ തൊട്ടും തൊടാതെ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മര്യാദയ്ക്ക് ജീവിച്ചൊരു കുടുംബം, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, അവരുടെ 2 പെമ്മക്കൾ. ആ കൊച്ചിനെ പഠിക്കാനായിട്ട് നന്നായിട്ട് പഠിക്കുന്ന കൊച്ച്, മൂത്ത കൊച്ച്, ഇപ്പോൾ ഈ പറഞ്ഞ വിഷാദത്തിലിരിക്കുന്ന കൊച്ച്, ആ കൊച്ചിനെ പഠിക്കാനായിട്ട് നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാണ്. അപ്പോൾ അതിനെ ഡോക്ടറാകണമെന്ന് ആഗ്രഹം. അപ്പോൾ അതിനെ എൻട്രൻസ് പഠിക്കാനായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും പേര് പറയുന്നില്ല, പോട്ടെ. അപ്പോൾ ആ കൊച്ച് അവിടെ പഠിക്കാനായിട്ട് പോയി കുറച്ച് ദിവസം കഴിഞ്ഞ പോലെ, ഇത് ഈ കേരളത്തിനുമേയുള്ള നല്ല ഒരു കൊച്ചാണ്. അപ്പോൾ അത് രാവിലെ ഏറ്റു പ്രാർത്ഥിക്കുകയും ചന്ദ്രൻ തൊടുകയും അല്ലെങ്കിൽ തുളസിയില വെക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ രീതിയിലുള്ളൊരു കൊച്ചാണ്. അതിനെ കണ്ടപ്പം വേറൊരുത്തിക്ക് സൂക്കേട് കയറുന്നു. ഒരുത്തിക്ക് കൂടെ ആ ഹോസ്റ്റലിലുള്ള അതായത് ഈ എൻട്രൻസിൽ ഫെയിലായിട്ട് ഇങ്ങനെ വീണ്ടും അറ്റൻഡ് ചെയ്യാനായിട്ട് കിടക്കുന്ന ടൈപ്പ് പറയണോ. അത് ഈ കാരണവന്മാർ ചുമ്മാ പുഷ് ചെയ്ത് വിടുന്നില്ല, അങ്ങനത്തെ ടൈപ്പ് പൈസക്കാരിയാണ്.
എന്തായാലും ആട്ടോ അതിൻ്റെ ഇതൊക്കെ പറയുന്നില്ല. അപ്പോൾ എന്നിട്ട് അവൾ ഈ കൊച്ചിനോട് പ്രേമമാണെന്നും പറഞ്ഞുകൊണ്ട് പുറകെ നടന്ന് ഓർത്ത് നോക്കണേ, ഈ എൻട്രൻസ് പഠിച്ചെടുക്കണേ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് ഓർത്തോണേ. അതിനെ അനുവദിക്കുകയല്ല. അതിൻ്റെ അവസാനം അതിനെ വേറൊരു ഹോസ്റ്റലിലേക്ക്, പല ഹോസ്റ്റലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അവർ വേറൊരു ഹോസ്റ്റലിലോട്ട് മാറുമ്പോൾ അവിടെയും ഇവൾ പോയി ശല്യം ചെയ്ത് കല്യാണം കഴിക്കണമെന്നും കൂടെ ജീവിക്കാമെന്നൊക്കെ ഇതുപോലത്തെ വലിയ കാര്യങ്ങളാണ് പറഞ്ഞു. ഈ കൊച്ചിനോട്ട് സമ്മതിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അതിനെതിരെ പ്രചരണങ്ങൾ തുടങ്ങുന്നു, അതിനൊരു ബാത്റൂമിൽ പൊട്ടിയിടുന്നു. അങ്ങനെ അവസാനം ഈ കൊച്ച് കംപ്ലയിൻറ്റ് ചെയ്യുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നു. കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് അവർക്ക് ബിസിനസ് അല്ലേ, അവർക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള വിവാദങ്ങൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബാധിക്കുന്നിടത്ത് അവർ ഈ കൊച്ചിനോട് പോകാൻ പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വാതിലടച്ച് ഇതെന്ന് മാത്രമൊന്നുമില്ല, അതിലും കൂടുതൽ കടുകട്ടിയായിട്ട് കാര്യങ്ങൾ ആ കൊച്ചിൻ്റെ നേരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇത്രയും വിഷാദത്തിലായിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഓർത്തിട്ട്. ചിലർ അങ്ങനെയില്ലേ, ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ഓർത്തോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്നറിയോ, ഇങ്ങനെയുള്ളവന്മാർ എന്നാ ചെയ്യും? ഇതിപ്പം വലിയ അത്ഭുതമായിട്ട് തോർക്കണ്ട. ഇപ്പം കല്യാണം കഴിച്ച പല സ്ത്രീകളും അവരുടെ കെട്ടിയവന്മാരോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അവരുടെ ഹോസ്റ്റൽ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ. ഓരോ സൂക്കേട് കയറിയ അവളുമാർ, ആരൊക്കെയോ പീഡിപ്പിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ വൈകൃതങ്ങൾ വന്നിട്ടുള്ളവളുമാർ, പാവപ്പെട്ട പഠിക്കാൻ വരുന്ന പിള്ളേരെ ഒക്കെ ഇങ്ങനെ കാണിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള എത്രയോ കഥകളുണ്ട്, എത്രയോ കാര്യങ്ങളുണ്ട്. കാരണക്കന്മാരെ, എൻ്റെ പൊന്നു കാരണക്കന്മാരെ, നമ്മുടെ പിള്ളേരോട് നമ്മൾ എന്നാ പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കുന്നൊരു കാലഘട്ടമല്ല, തിരുത്തലിൻ്റെ കാലമാണ്. ഇപ്പം നമ്മളെ തിരുത്തലിൻ്റെ കാലഘട്ടമാണ് ഇപ്പോൾ അവരുടെ. എൻ്റെ മക്കളൊക്കെ ടീനേജേഴ്സാണ്. ഇപ്പം ഈ ഫേസ്ബുക്കിനകത്തൊരു ഒരു ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഉണ്ട്. അതായത് ഒരു കൊച്ച് ചിന്തിക്കുന്നതിനെ പറ്റിയാണ്. അവൻ്റെ 5 വയസ്സിലും 6 വയസ്സിലും ഒക്കെ ആ കുഞ്ഞു വയസ്സിൽ അവൻ ചിന്തിക്കും മൈ ഡാഡ് ഈസ് ഗ്രേറ്റ്. പിന്നെ പോകെ അവന് തിരുത്തലുകൾ തുടങ്ങും. ടീനേജ് ആകുമ്പോൾ അവൻ പറയുമ്പോൾ ഇയാൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു. 10-20 വയസ്സാകുമ്പോഴേക്കും ഇങ്ങനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഇയാൾ എന്താ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റും അത് ഇതൊക്കെ എന്തറിയും, ലോകം അറിയാവുന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. എന്നാൽ അവൻ കല്യാണം കഴിച്ചു അവൻ കുഞ്ഞുങ്ങളായി കഴിയുമ്പോഴാണ്, ദൈവമേ എൻ്റെ അപ്പൻ ഇതുപോലെയാണോ എന്നെ വളർത്തിയത്, ഇത്രത്തോളം എടുക്കാനായിരുന്നു എൻ്റെ അപ്പൻ എങ്ങനെ ഇതൊക്കെ സാധിച്ചു എന്ന് പറഞ്ഞ് മൈ ഡാഡ് വാസ് ഗ്രേറ്റ് എന്ന് പറയുന്നൊരു കാലഘട്ടം. അന്ന് നമ്മളൊന്നും ഇല്ല ഭൂമിയിൽ. അപ്പോൾ ഇന്ന് കൊച്ചുങ്ങളെ തിരുത്തുന്ന കാലത്ത് നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല, ഇതൊക്കെ ശരിയെന്ന് അവർ പറയും. ഇപ്പം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കില്ലേ, തെറ്റുകൾ മാറ്റങ്ങൾ. ഈ വരുന്ന മനുഷ്യരുണ്ടല്ലോ, അവരുടെ വൈകൃതങ്ങൾ പുറത്താക്കാനായിട്ട് തെറ്റുകളെ തെറ്റല്ലെന്ന് പറഞ്ഞു കൊടുക്കുകയും നിലവിലുള്ള സാഹചര്യങ്ങളെ ഇതൊന്നും അല്ല ശരി. നമ്മൾ പണ്ടത്തെ ഗോത്രവർഗ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് എന്തോരം മാറ്റങ്ങൾ കൊണ്ട് വന്നത്, മനുഷ്യൻ ഇങ്ങോട്ട് ജീവിച്ച് വരുക അല്ലേ. ഓരോ കണ്ടുപിടുത്തങ്ങളും മാറ്റങ്ങളും ജീവിത സാഹചര്യം, അവസാനം കുടുംബത്തിലെത്തുന്നു, കുടുംബം എങ്ങനെ കൊണ്ടുപോകുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി പോവുകയാണ്. അപ്പോൾ ഈ തന്നെ പുതിയ പിള്ളേരെന്നാ പറയുന്നത്, പുറകോട്ട് പോകാനാണോ, ഗോത്രവർഗത്തിലോട്ട് പോകാനാണോ? കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്നൊക്കെ പറയാം. ആർക്കും ആരുടെ കൂടെ വീഴ്ച ചെയ്യാം, എന്ത് ചെയ്യാം, എന്നാ ആരെ പല അടിമപ്പെടുത്താം, ബുദ്ധിമുട്ടിക്കാം എന്നൊക്കെയുള്ള ആ കാലഘട്ടത്തിൽ നിന്ന് മാറി നിയമങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു, വലിയൊരു സൊസൈറ്റിയായി മാറിയ നമ്മളെ തിരിച്ചു കൊണ്ടുപോവാണ് പിള്ളേർ മുഴുവൻ. പഴയതാണോ നല്ലത്? ഇനി ഇതൊന്നും സമൂഹത്തെ പേടിക്കേണ്ട, ഇതൊന്നും ഈ നിയമമൊന്നും ശരിയല്ല, ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കാമെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നു. ആ കൊച്ചൊക്കെ പാവാന്നേ, അതിൻ്റെ കൂടെ അതിന് വർത്തമാനം പറയാൻ പറ്റുന്നില്ലാത്ത കൊച്ചിനെ കിടന്നുകൊണ്ട് ഇപ്പോഴും കണ്ടില്ലേ, പല വീഡിയോസും കാണുമ്പോൾ ആ കൊച്ചിനെതിരെ കയറി മോളിൽ നിന്ന് സംസാരിക്കുന്ന കണ്ടില്ലേ. അയ്യോ പൊട്ടിക്കരഞ്ഞുകൊണ്ടതാണ്ട് വിഷമം. ആർക്കാണ്ടോ വിഷമം? യു ആർ മൈ ഫ്യൂച്ചർ വൈഫിനെ കൊണ്ട് ജീവിക്കാൻ നടക്കുന്നു. കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് കാർന്നക്കന്മാരോട് സന്തോഷമായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ച് ജീവിക്കേണ്ട കൊച്ചിനെ വിളിച്ചിട്ട് വൈകൃതങ്ങളുള്ളവർക്ക് ഡോക്ടറെ കാണാൻ പോകണമെന്നേ. കുഴപ്പമുള്ളവർ എന്തിനാ വല്ല കുടുംബത്തിൽ കിടക്കുന്ന പിള്ളേരെ കാണിക്കുന്നത്? പുതിയ പിള്ളേരോട് എനിക്ക് കാല് പിടിച്ച് പറയാനുള്ളത് ഇതേ ഉള്ളൂ, ഇതൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കണ്ടോ, ഒരു 5 കൊല്ലം 10 കൊല്ലം കഴിയും ഇതുങ്ങളൊക്കെ 10 കൊല്ലം ഒന്നും പോകരുത്. അതിന് മുമ്പ് തന്നെ ഇതൊക്കെ പൊട്ടിത്തകർന്ന് നാശകൂടാരമായി മാറും. ഇങ്ങനത്തെ ഒന്നും ഒരു റിലേഷൻ നിലനിൽക്കാനും പോകുന്നില്ല. എന്തിനാ അതിൻ്റെ കാര്യങ്ങൾ? ഇങ്ങനെയാണോ ചെയ്യുന്നത്? അവനവൻ എന്തെങ്കിലും ഒരു അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറ്റാൻ ശ്രമിക്കണമെന്നേ. അതായത് വല്ല കുടുംബത്തിൽ കിടക്കുന്ന മനുഷ്യരുടെ, ആ പെങ്കൊച്ചിൻ്റെ കുടുംബത്തിലെ കാർന്നക്കന്മാരുടെ അവസ്ഥ തന്നെയായിരിക്കും എൻ്റെ ദൈവമേ. നമുക്ക് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും ഭയപ്പെടാറുണ്ട്. ഈ കൊച്ചുങ്ങളെ നമ്മൾ വീട്ടിൽ ഇതുപോലെ പൊന്നുപോലെയൊക്കെ വളർത്തി അതായത് കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ പോകുന്നൊരു സൊസൈറ്റി ഉണ്ടല്ലോ. ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, എനിക്കുണ്ടായ അനുഭവങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആരാ എന്താ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല, ഏത് രീതിയിലാണ്. ഇതിനകത്തുനിന്ന് വേണം നമ്മളൊന്ന് കരുപ്പിടിച്ച് കൊണ്ടുവരാൻ, നമ്മുടെ ജീവിതം എങ്ങനെയൊന്ന് കൊണ്ടുവരാനായിട്ട്. അതിനിടയിൽ ഈ ഇതുകൂട്ട് കാര്യങ്ങൾ എല്ലാ രീതിയിൽ നിന്നും വരുവാ. ഇതിനകത്തൊക്കെ എങ്ങനെ മോചിക്കപ്പെട്ട് പോകും. ഇപ്പം കൊച്ചുങ്ങൾ ഇത് പറഞ്ഞാൽ അങ്ങ് മനസ്സിലാക്കുന്ന കാലഘട്ടത്തിൽ ഇതല്ല ശരി, അതാ ശരി, ഏതിനെയും കെട്ടാം, ആരെയും കെട്ടാം, അങ്ങനെ കെട്ടാം, ഇങ്ങനെ കെട്ടാന്ന് പറഞ്ഞു. ഞാൻ ഈ പിള്ളേരോടൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കാൻ പറയും. പെങ്കൊച്ചുങ്ങളാണെങ്കിലും ആൺകൊച്ചുങ്ങളാണെങ്കിലും നല്ല സുന്ദരിമാരുമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇപ്പം എൻ്റെ മക്കളോടൊക്കെ ഞാൻ ഇവന്മാരോട് ജിമ്മിൽ കൊണ്ടുപോയി ചേർക്കുകയും ജിമ്മിൽ പോകാൻ പറയുകയും അതുപോലെ എന്നാ പറയുക ഡ്രസ് സെൻസ് പഠിക്കാൻ പറയുകയും ബ്യൂട്ടി ടിപ്സുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും മോക്കൊരു വരാതെ നോക്കാൻ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ നല്ല മിടുക്കരായിട്ട് സുന്ദരരായിട്ട് തന്നെ ഇരിക്കണം. അവരെ കാണാൻ പലർക്കും ഇഷ്ടമായിരിക്കും, നമ്മളെ പലർക്കും ഇഷ്ടമായിരിക്കും. നമ്മൾ നമ്മുടെ മൂക്കും കണ്ണും ചുണ്ടും ഒക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുകയാണ്.
അല്ലേ, നല്ല ഭംഗിയായിട്ട് നടക്കാനായിട്ട്. അത് വഴി കയറുന്ന ഏതെങ്കിലും വേതാളങ്ങൾ വന്നിട്ട് അയ്യോ നിൻ്റെ ലിപ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, നിൻ്റെ കണ്ണാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നാൽ ഇവർക്കെല്ലാവർക്കും സമ്മാനിക്കാനിരിക്കുവാണോ നമ്മുടെ ജീവിതം? ആണോ? നമ്മുടെ ലിപ്സും അതും ഇതുമൊക്കെ പലർക്കും ഇഷ്ടമായിരിക്കും. ഈ ലോകത്തുള്ള എല്ലാവരും സംതൃപ്തിപ്പെടുത്താൻ പറ്റുമോ? അവിടെ ഇവിടെ വഴി കൂടെ അടങ്ങി നടക്കുന്നവരും ഏഴാങ്കുലികളും വൈകൃതക്കാർക്കും ഒക്കെ പലർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടോട്ടെന്നേ, ലോകത്തുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടോട്ടെ, ഇഷ്ടപ്പെടാനായിട്ടല്ലേ. അപ്പോൾ അതൊന്ന് ഓർത്താൽ മതി പിള്ളേർ, അതൊന്ന് ഓർത്താൽ മതി. നമ്മൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുമ്പോൾ മണ്ണും ചാരി നിൽക്കുന്നവൻ കരയാണ്, അയ്യോ എനിക്ക് നിന്നെ ഇല്ലാതെ പറ്റത്തില്ല, അതായത് നമ്മുടെ സൗന്ദര്യത്തെ ആസ്വദിച്ച് കെടുത്തി കഴിയുമ്പോൾ അവൻ്റെ ഇത് തീരും. അല്ലാതെ അവനതിനകത്ത് നമുക്ക് ഗുണമുണ്ടാക്കാനായിട്ടോ നമ്മുടെ വലിയ ഉയർച്ചയ്ക്കോ വേണ്ടി വന്നവനല്ല. അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അവനായാലും അവളായാലും ബേബ് എന്നൊക്കെ വിളിക്കുമ്പോഴേ വെറുതെ മയങ്ങാൻ നിൽക്കണ്ട. ഞാനൊരു സിനിമാ കഥ പറഞ്ഞ് തീർക്കുക കേട്ടോ. ഇതെൻ്റെ അഭിപ്രായമൊന്നുമല്ല, ഒരു സിനിമാ കഥയാണ്. സിനിമയുടെ ലാസ്റ്റ് ഡയലോഗാണ്. ഒരു പെങ്കൊച്ചിനെ ഒരുത്തൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും അവനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ ചോദിക്കുന്നുണ്ടേ, എടാ ഈ മൃഗങ്ങൾക്ക് പോലും ഉണ്ടല്ലോടാ മാന്യത, സിംഹത്തിൻ്റെ വീട്ടിൽ ഈ പന്നി കയറി കൊച്ചിനെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാനും വിളിച്ചോണ്ട് പോകാനും നിൽക്കുന്നില്ല, പുലിയുടെ വീട്ടിൽ പട്ടി കയറി പോകാറില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗുണ്ട്. അത് സെർച്ച് ചെയ്ത് നോക്കിക്കോ, സിനിമ ഏതാന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ ബോധമുണ്ട് പിള്ളേർ ചിന്തിച്ച് നോക്കിക്കോ. അവനവൻ്റെ ആനയുടെ ബലം കാണും, അവനവൻ്റെ ഇതിനകത്ത് എല്ലാവർക്കും വല്ല കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഇത്രയും കാണാൻ കൊള്ളാവുന്ന നല്ല കുടുംബത്തുള്ള വിദ്യാഭ്യാസമുള്ള പിള്ളേർ ഇറങ്ങി വന്നിരിക്കുക ആരാണ്ടരുടെ കൂടെ. ബേബ് എനിക്ക് പറഞ്ഞു തീർക്കുന്നു കേട്ടോ. താങ്ക് യു. ഒത്തിരി നീണ്ടുപോയി. താങ്ക് യു.